മെട്രോ ന്യൂസ് ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ വ്യക്തിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഡോക്ടർ പീറ്റർ പാണങ്കുഴിയാണ്. പാണങ്കുഴി സ്വദേശി, സാഹിത്യകാരൻ, ഗാനരചയിതാവ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തിട്ടുണ്ട്, ഡിവോഷണൽ ആൽബംസ് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. നമസ്കാരം സർ. നമസ്കാരം. മെട്രോ ന്യൂസ് ചാനലിൻ്റെ ഇന്നത്തെ വ്യക്തിയിലേക്ക് സ്വാഗതം. സാറ് പാണങ്കുഴി സ്വദേശിയാണല്ലോ. അപ്പം പാണങ്കുഴി സ്വദേശത്തെക്കുറിച്ചും അതുപോലെ തന്നെ പാണിയേലിയെക്കുറിച്ചും എല്ലാം ഒരുപാട് കവിതകളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെന്നറിയാം. ഈ എഴുത്തിലേക്കുള്ളൊരു കടന്നുവരവിനെക്കുറിച്ച്. എഴുത്തിലേക്കുള്ള കടന്നുവരവ് എന്ന് പറഞ്ഞാൽ, ഞാൻ ബാല്യം മുതലേ ഒരു വായനാശീലമുള്ള ആളാണ്. ധാരാളം പുസ്തകങ്ങൾ വായിക്കായിരുന്നു. എനിക്ക് സ്വന്തമായിട്ട് അത്യാവശ്യം ചെറിയ ലൈബ്രറി ഉണ്ട്. അപ്പോൾ വായനാശീലം ചെറുപ്പം മുതൽ എനിക്കുണ്ടായിരുന്നു. എന്നാൽ എഴുത്തിലേക്ക് വരണം എന്ന് എനിക്ക് അധികമായി താല്പര്യമുണ്ടായത് വലിയ ചില വ്യക്തികളുമായിട്ടുള്ള സ്നേഹബന്ധമായിരുന്നു. പ്രത്യേകിച്ച് കൊല്ലത്ത് ഡോക്ടർ കെ.സി. തോമസ്, രണ്ട് ബ്രദർ ജെ.സി. ദേവ്, ഇത് കേരളം മുഴുവൻ അറിയപ്പെടുന്ന വലിയ എഴുത്തുകാരനാണ്. അങ്ങനെ അവരാണ് ഇതിലേക്ക് ആദ്യം എന്നെ കൊണ്ടുവന്നത്. പിന്നീട് ഞാൻ തന്നെ ഈ ഫീൽഡിൽ നടക്കാൻ പ്രായമായപ്പോൾ പിന്നെ നടന്നു. എങ്കിലും അവരുടെ ഫുൾ സപ്പോർട്ട് എക്കാലവും എനിക്ക് ഉണ്ടായിരുന്നു. അവരെ ഒന്നും ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല. കാരണം എഴുത്തിലേക്കുള്ള എൻട്രി അങ്ങനെയാണ് ഉണ്ടായത്. നമ്മുടെ വാക്കുകളൊക്കെ നമ്മൾ മരിക്കുമ്പോൾ തീരുന്നു. എന്നാൽ പുസ്തകങ്ങൾ പിന്നെയും ജനങ്ങളോട് സംസാരിക്കും. ആ ഒരു ചിന്തയാണ്. പിന്നെ ഏറ്റവും നന്നായി ഭാഷ ഉപയോഗിക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് ആ നിലയിലേക്ക് ശ്രദ്ധിച്ചു. അങ്ങനെയാണ് പിന്നെ എഴുത്ത് ലോകത്തിലേക്ക്, കവിതയിലേക്ക് വരാൻ കാരണമായത്. ഈ എഴുത്തുകാരുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണോ എഴുത്തിന് വേണ്ടി പ്രോത്സാഹനം? അതെ. അവരുമായിട്ടുള്ള അമിതമായ നല്ല എഴുത്തുകാരെ ഞാൻ കണ്ടാൽ ഞാൻ വളരെ ശ്രദ്ധിക്കും. അവരെങ്ങനെയാണ് ഭാഷ ഉപയോഗിക്കുന്നത്. അത് നല്ല പ്രസംഗരും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രസംഗനായിരുന്നു ഒന്ന് കോവിലൻ, മറ്റൊന്ന് ഡോക്ടർ സുകുമാർ അഴീക്കോട്. കോവിലൻ സാറോ അതോടൊപ്പം തന്നെ സുകുമാർ അഴീക്കോടൊക്കെ എവിടെ പ്രസംഗിച്ചാലും എൻ്റെ അറിവുണ്ടെങ്കിൽ ഞാൻ അവിടെ മുമ്പിൽ ചെന്നിരിക്കും. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ ആ പ്രസംഗം ശ്രദ്ധിക്കുമായിരുന്നു. അതെനിക്കൊരു വലിയ ഇൻസ്പിറേഷനാണ്, അവരിൽ നിന്നുള്ള അറിവ്. ഒത്തിരി കാര്യങ്ങൾ എങ്ങനെ പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ത്, ഇതെല്ലാം അവരിൽ നിന്നാണ് പ്രസംഗത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലായത്. അതോടൊപ്പം തന്നെ ഭാഷ ജ്ഞാനം, പ്രസംഗങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങളിൽ എന്നെ മുന്നോട്ട് നയിച്ച ഒത്തിരി പേരുണ്ട്. അതിലൊരാളാണ് മഹാനായ C.V. ജോർജ് സാർ, പന്തളം. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ പരിചയപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളതും അവരോട് ചേർന്ന് പോയി എന്നുള്ളതൊക്കെ വലിയ കാര്യമാണ്. എൻ്റെ വിദ്യാഭ്യാസ രംഗത്തും ഇങ്ങനെയുള്ള വലിയ മഹാരഥന്മാരോട് ചേർന്ന് അവരുടെ ശിഷ്യരായി പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ കാരണം. ചില ക്ലാസ്സുകളൊക്കെ നമ്മൾ ഇരുന്ന് എങ്ങനെ പഠിപ്പിക്കണം എന്ന്, എങ്ങനെയൊക്കെ ഭാഷ ഉപയോഗിക്കണമെന്ന് പഠിക്കാൻ കാരണമായിട്ട് തീർന്നു. ആ കാര്യത്തിൽ എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു അധ്യാപകനാണ് ഡോക്ടർ C.T. എബ്രഹാം, ക്രോസ്ലാൻഡ് കോളേജ്, ബ്രഹ്മവർ, കർണാടക. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം മാവേലിക്കര ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജിൽ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. അദ്ദേഹം ജോലി രാജിവെച്ചിട്ടാണ് അവിടെ ബ്രഹ്മവറിൽ പുതിയ കോളേജ് ആരംഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളും ഭാഷകളും എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ എന്നെ ഭാഷാ സ്വാധീനത്തിലേക്ക് കൊണ്ടുവന്ന ഒത്തിരി പേര് അതിൻ്റെ പിന്നിൽ ഉണ്ട്. എഴുത്ത് കൂടാതെ തന്നെ സാറിൻ്റെ ഒരു ഹോബി ട്രാവലിംഗ് ആണെന്ന് കേട്ടിട്ടുണ്ട്. എവിടെയൊക്കെ പോയിട്ടുണ്ട്? അത്യാവശ്യം ഇന്ത്യയിലെ ഒട്ടുമുക്ക സ്റ്റേറ്റിലും തന്നെ, എല്ലാ സ്റ്റേറ്റിലും തന്നെ യാത്ര ചെയ്തിട്ടുണ്ട്. അതെനിക്കൊരു ഇന്നും യാത്ര ഒരു ഹരമാണ്. വ്യത്യസ്ത ഭാഷക്കാർ, വ്യത്യസ്തമായ ഭക്ഷണം, വ്യത്യസ്തരായ ആളുകൾ, ഇവരോട് ചേർന്ന് നിൽക്കുക, അവരുടെ ഗാവിൽ ചെല്ലുക, അങ്ങനെ ഒക്കെയുള്ള യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഞാൻ പോയ സ്ഥലങ്ങളിൽ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള, അല്ലെങ്കിൽ കാണാൻ പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ചില നാടുകളുണ്ട്. അത് ഒന്ന് പഞ്ചാബാണ്. പഞ്ചാബ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പഞ്ചാബിലെ ആളുകളെയും എനിക്കിഷ്ടമാണ്. അങ്ങനെ ഞാനൊരു നാട് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ ഒത്തിരി ഇന്ത്യയിലെ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. അതൊരു ജീവിതത്തിലെ ഭാഗ്യമാണ്. വ്യത്യസ്ത ആളുകളെ കാണാനും ആ നാടിനെക്കുറിച്ച് പഠിക്കാനും അവരുടെ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കാനൊക്കെ കഴിഞ്ഞത് അത് വലിയൊരു കാര്യമാണ്. സാറ് എഴുതിയ ഡിവോഷണൽ ആൽബംസ് റിലീസ് ചെയ്തിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാം. ഡിവോഷണൽ ആൽബം ഞാൻ ഇറക്കണമെന്ന് തോന്നി. ഈ എഴുതാനുള്ള താല്പര്യം കൊണ്ടാണ് ആദ്യമായിട്ട് ഡിവോഷൻ സോങ് ചെയ്തത്. പിന്നീട് ആളുകൾ അതിനെ സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒത്തിരി ചർച്ചകളിലും പള്ളികളിലൊക്കെ
എൻ്റെ പാട്ടുകൾ ഒത്തിരി പാടുന്നുണ്ട്. 2-3 പേര് ഒത്തിരി പാട്ടുകളുണ്ട്. ഒന്ന് ഇപ്പോൾ സമീപകാലത്ത് ഇറങ്ങിയ ഒരു പാട്ടാണ് കഷ്ടത മാറിയിടാറായി കണ്ണീര് തോർന്നിടാറായി. അതൊരു ചെറിയൊരു ട്രൈബലിൻ്റെ അല്ലെങ്കിൽ ഒരു നാടൻ പാട്ടിൻ്റെ ഒക്കെ ഒരു ശൈലി എന്ന് പറയാം. അങ്ങനെയാണ് അത് ചെയ്തത്. പക്ഷേ അത് ഉദ്ദേശിച്ചതിനേക്കാൾ വലിയ ഹിറ്റായി. ഒത്തിരി പേര് യൂട്യൂബിൽ ഈ പാട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്കൊരു ക്ലാസിക്കൽ ഓർഡർ ചെയ്യണം എന്ന് തോന്നിയിട്ട് ഞാൻ പരമദയാലു എന്ന് പറഞ്ഞൊരു പാട്ട് ഇറക്കിയിരുന്നു. അതും വളരെ ഹിറ്റായ ഒരു പാട്ടാണ് പരമദയാലു. അത് പല കൺവെൻഷൻ സ്റ്റേജിലൊക്കെ ആളുകൾ പാടുന്നത് കേട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അങ്ങനെ ഒത്തിരി പാട്ടുകൾ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയത് ഒരെണ്ണം ഉന്നതം വെടിഞ്ഞവനെ എന്ന് പറഞ്ഞൊരു പുതിയ പാട്ട് ഇപ്പോൾ ഈ സ്റ്റുഡിയോയിൽ വർക്ക് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി പാട്ടുകൾ. ഇതൊക്കെ ജീവിതത്തിൻ്റെ വേദനകളുടെയും ഭാരങ്ങളുടെയൊക്കെ കടന്നു പോകുമ്പോൾ എഴുതിയ പാട്ടാണ്. അങ്ങനെയാണ് ഈ പാട്ടുകളൊക്കെ എഴുതാൻ കാരണമായത്. ജീവിതത്തിൻ്റെ ഓരോ കനൽ വഴിയിലൂടെ നിന്നൊക്കെ നടന്നു പോകുമ്പോൾ ഹൃദയം വേദനിക്കുമ്പോൾ എഴുതുന്നതാണ് ഈ പാട്ടുകൾ. അതിനൊരു ആശ്വാസമായിരുന്നു എഴുത്ത്. എഴുത്തൊരു ആശ്വാസമായിരുന്നു. നമ്മളെ മനസ്സിലുള്ള ഫീലിങ്സ് എല്ലാം എഴുതി ഒരു പേപ്പറിലേക്കാണ് തീരുമ്പോൾ ഒരു ആശ്വാസമാണ്. ഇനി മറ്റൊന്ന് ഇത് കേട്ടിട്ട് മറ്റുള്ളവർ ആശ്വസിക്കപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ അത് അതിനേക്കാൾ വലിയൊരു ആശ്വാസമാണ്, ഒരു സന്തോഷമാണ്. പിന്നെ സ്വന്തം ദേശത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ടല്ലോ. പാണൻകുഴി എന്ന ദേശത്താണ് ഞാൻ എൻ്റെ ജന്മദേശം. പാണൻകുഴി എന്ന് പറയുന്നത് ശരിക്കൊരു ഗ്രാമമാണ്. ശരിക്കൊരു ഗ്രാമം എന്ന് പറഞ്ഞാൽ ശരിക്കൊരു ഗ്രാമമാണ്. അറിയപ്പെടുന്ന ഒത്തിരി സിനിമകൾ അവിടെയാണ് ഷൂട്ട് ചെയ്തത്. നല്ല സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനാണത്. അതുകൊണ്ട് തന്നെ എൻ്റെ ചെറുപ്പത്തിൽ നസീർ സാർ ഉൾപ്പെടെയുള്ള ഒത്തിരി നടീനടന്മാരെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടെന്ന്. ഞാൻ നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ്. പുഴയുടെ തീരമാണ്, പെരിയാറിൻ്റെ തീരമായതുകൊണ്ട് നല്ല പ്രകൃതി സൗന്ദര്യമാണ് അവിടെ. ഇന്നും പാണൻകുഴി നല്ല പ്രകൃതി സൗന്ദര്യമാണ്. ആളുകളെല്ലാം സാധാരണക്കാരായ ആളുകളും കൃഷിക്കാരും ഒക്കെയാണ്. അന്നൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ അക്കരെ പുഴയ്ക്ക് അക്കരെ വനത്തിലാണ് ആളുകൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത്. ഈ വനം കൊണ്ടാണ് ആളുകൾ ജീവിച്ചത്. ഇപ്പോൾ വനത്തിൽ പോകാനായിട്ട് അനുവാദമില്ല. അക്കാലത്ത് അങ്ങനെയാണ് ആളുകൾ ജീവിച്ചിരുന്നത്. പക്ഷേ ആളുകൾ തമ്മിൽ നല്ലൊരു യൂണിറ്റി ഉണ്ടായിരുന്നു. ശരിക്കും ഒരു നാടൻ ഗ്രാമം തന്നെ ആയതുകൊണ്ട് ആ നിലയിലൊരു സന്തോഷവും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. പാണൻകുഴി എന്ന് പറയുന്നത് ഇപ്പോൾ ആളുകൾ കുറച്ചൊക്കെ വ്യത്യസ്തമായി എങ്കിൽ പോലും പഴയ കാലഘട്ടം ഒരു വലിയ രസമായിരുന്നു. ഇന്നും എൻ്റെ ജന്മദേശമാണ് പാണൻകുഴി. അതുകൊണ്ട് പാണൻകുഴി അങ്ങനെ മറക്കാൻ കഴിയില്ല. പാണിയേലിയുടെ മനോഹാരിതയെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. പാണിയേലി പോരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പാണിയേലി പോരും ഇതുപോലെ അതൊക്കെ ഈ പെരിയാറിൻ്റെ തീരങ്ങൾ തന്നെയാണ്. പാണൻകുഴി, പാണിയേലി, അതോടൊപ്പം തന്നെ അങ്ങനെ അങ്ങോട്ട് പോയാൽ ആ ഭാഗങ്ങളെല്ലാം ഈ പെരിയാറിൻ്റെ തീരങ്ങളാണ്. അതുകൊണ്ട് തന്നെ കാട്ടുമൃഗങ്ങളുടെ ശല്യം, പ്രത്യേകിച്ച് ആന ശല്യമൊക്കെ ഇപ്പോൾ കൂടുതലായിട്ടുണ്ട്. പക്ഷേ അതൊരു രസമാണ്. അതിൻ്റേതായ ഒരു ഭംഗി ഉണ്ട്. അതിൻ്റേതായ ഭംഗിയുണ്ട്. സാറ് പാട്ട് പാടുമോ? പാട്ട് പാടുമെന്ന് വെച്ചാൽ പാടും. എന്നാലും ഒരു പ്രൊഫഷണൽ സിംഗറല്ല. എന്നാൽ താളം തെറ്റാതെ എങ്ങനെ പാടും. പാണിയേലിയെ കുറിച്ച് എഴുതിയ ഞാൻ പാടാം. പാണിയേലിയെ കുറിച്ച് എഴുതിയ പാട്ട് ഞാൻ പാടാം. പാണിയേലി പോരും കണ്ടേ പാണി ഗ്രഹത്തിൽ ഉറക്കവും കൊണ്ടേ പാണി പല്ലവം കൊണ്ടേ താളമടിച്ച് നടക്കണേ ഞാനും. പാണി പല്ലവം കൊണ്ടേ താളമടിച്ചു നടക്കണേ ഞാനും. കാട്ടാറ് തട്ടിത്തഴുകി കിന്നാര മോദി പോകണ കണ്ടേ. കാട്ടാറ് തട്ടിത്തഴുകി കിന്നാര മോദി പോകണ കണ്ടേ. കാട്ടുവള്ളിയിൽ തൂങ്ങി ആടിക്കളിക്കണ ബാലരെ കണ്ടേ. കാട്ടുവള്ളിയിൽ തൂങ്ങി ആടിക്കളിക്കണ ബാലരെ കണ്ടേ. കാട്ടിലെ പന്നിക്കൂട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ കണ്ടേ. കാട്ടിലെ പന്നിക്കൂട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ കണ്ടേ. കാട്ടാന കൂട്ടം കണ്ടേ കാടുവിറപ്പിക്കും കൊമ്പനെ കണ്ടേ. കാട്ടാന കൂട്ടം കണ്ടേ കാടുവിറപ്പിക്കും കൊമ്പനെ കണ്ടേ. വിരിഞ്ഞ പാറകളുണ്ടേ അവിടെ ഉറങ്ങും വിരുതരുണ്ടേ. വിരിഞ്ഞ പാറകളുണ്ടേ അവിടെ ഉറങ്ങും വിരുതരുണ്ടേ. ചൂണ്ടകളിൽ മീനും ഉണ്ട് ചുണ്ടുകളിൽ ചിരിയുമുണ്ട്. ചൂണ്ടകളിൽ മീനും ഉണ്ട് ചുണ്ടുകളിൽ ചിരിയുമുണ്ട്. ആരെയും വട്ടം കറക്കുന്ന ചുഴികളുള്ളൊരു കുഴികളുണ്ട്. ആരെയും വട്ടം കറക്കുന്ന ചുഴികളുള്ളൊരു കുഴികളുണ്ട്. ചുഴിയിൽ വീണവരെല്ലാം കുഴിയിൽ പോയ വാർത്തയും കേട്ടെ. ചുഴിയിൽ വീണവരെല്ലാം കുഴിയിൽ പോയ വാർത്തയും കേട്ടെ. ഇങ്ങനെ വരിക. കൊള്ളാം, നന്നായിട്ടുണ്ട്. ശരിക്കും ഇനിയുണ്ട് കുറച്ചുകൂടി. അതാണ് എൻ്റെ. എനിക്ക് തോന്നുന്നു സാറൊരു പാണൻകുഴി സ്വദേശി ആയതുകൊണ്ട് തന്നെ ഏറ്റവും തൊട്ടടുത്തുള്ളതാണ് പാണിയേലി. അതിനെ കുറിച്ച് കൂടുതൽ
അറിയാൻ അറിയാൻ കഴിയും. പാണൻകുഴിയെക്കുറിച്ച് ഞാനൊരു പാട്ട് ചെയ്തിരുന്നു. പാണൻകുഴി സുന്ദരഗ്രാമം അതിൻ്റെ ചില നല്ലൊരു പാടാം. പെരിയാറിൻ തിരനിര കണ്ടേ, സഖ്യന്റെ മലനിര കണ്ടേ, പ്രകൃതിയുടെ ചാരുത കണ്ടേ, പാണൻകുഴി ഗ്രാമം കണ്ടേ. പെരിയാറിൻ തിരനിര കണ്ടേ, സഖ്യന്റെ മലനിര കണ്ടേ, പ്രകൃതിയുടെ ചാരുത കണ്ടേ, പാണൻകുഴി ഗ്രാമം കണ്ടേ. പാണൻകുഴി എൻ്റെ ഗ്രാമം, പാണിയാൽ പണതൊരു ഗ്രാമം, കിളിമൊഴികൾ കേൾക്കണ ഗ്രാമം, കവിതകൾ വിരിയണ ഗ്രാമം. കിളിമൊഴികൾ കേൾക്കണ ഗ്രാമം, കവിതകൾ വിരിയണ ഗ്രാമം, കവിതകൾ വിരിയണ ഗ്രാമം. പുലിയണ്ണിപ്പാറയുമുണ്ടേ, പാറയിലൊരു ക്ഷേത്രവുമുണ്ട്, ഹരിതപ്പാർക്കൊന്നുമുണ്ട്, കാഴ്ചകൾ അനവധിയുണ്ട്. വെമ്പൂരം എന്ന പേരിൽ വമ്പേറണ വനമൊന്നുണ്ട്, കാട്ടാനക്കൂട്ടമുണ്ട്, കാടേറണ ജീവികളുണ്ട്. പാണൻകുഴി എൻ്റെ ഗ്രാമം, പാണിയാൽ പണതൊരു ഗ്രാമം, കിളിമൊഴികൾ കേൾക്കണ ഗ്രാമം, കവിതകൾ വിരിയണ ഗ്രാമം. കിളിമൊഴികൾ കേൾക്കണ ഗ്രാമം, കവിതകൾ വിരിയണ ഗ്രാമം, കവിതകൾ വിരിയണ ഗ്രാമം. നെടുമ്പാറച്ചിറയുമുണ്ട്, കരയിൽ ഒരു പള്ളിയുമുണ്ട്, പാൽമരത്തോട്ടമുണ്ട്, പാൽക്കാരും ഏറെയുണ്ട്, അങ്കനവാടിയുണ്ട്, അർഭകക്കൂട്ടമുണ്ട്, വായനശാലയുണ്ട്, വായിക്കാൻ പുസ്തകമുണ്ട്. പാണൻകുഴി എൻ്റെ ഗ്രാമം, പാണിയാൽ പണതൊരു ഗ്രാമം, കിളിമൊഴികൾ കേൾക്കണ ഗ്രാമം, കവിതകൾ വിരിയണ ഗ്രാമം, കവിതകൾ വിരിയണ ഗ്രാമം. കർശനക്കാരായുള്ള കർഷകര തിങ്ങണ ഗ്രാമം, ദർശനം കൊണ്ട നല്ല യുവതകൾ ഉള്ളൊരു ഗ്രാമം, ശാലീന സുന്ദരികൾ വർണ്ണങ്ങൾ നെയ്യണ ഗ്രാമം, ശാന്തമായ അരുവികൾ ഒഴുകുന്നൊരു സുന്ദര ഗ്രാമം. പാണൻകുഴി എൻ്റെ ഗ്രാമം, പാണിയാൽ പണതൊരു ഗ്രാമം, കിളിമൊഴികൾ കേൾക്കണ ഗ്രാമം, കവിതകൾ വിരിയണ ഗ്രാമം, കവിതകൾ വിരിയണ ഗ്രാമം, കവിതകൾ വിരിയണ ഗ്രാമം. സാറ് കൂടുതലും ഇപ്പം പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അവരുടെ സംസ്കാരം, വസ്ത്രധാരണം ഇതൊക്കെ ഒബ്സർവ് ചെയ്യുന്നത് പോലെ തന്നെ കൂടുതൽ എഴുതുന്നത് സാഹിത്യത്തിൽ ഉപരിയായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളാണെന്ന് തോന്നുന്നു ഉൾപ്പെടുത്തുന്നത് അല്ലേ? അങ്ങനെയാണ് അത് ചെയ്തു തന്നെ. അതിൽ പ്രകൃതിയെക്കുറിച്ചും കൂടുതലായിട്ട് എഴുതണ്ടല്ലേ? പ്രകൃതി ഈ കവിത എന്നൊക്കെ പറയുന്നു, ഗാനം എന്നൊക്കെ പറയുന്നു, പ്രകൃതി കുറച്ചുകൂടി ഇമ്പമാവും. അപ്പോൾ ആൾക്ക് കേൾക്കാൻ കുറച്ചുകൂടി താല്പര്യമാവും. പിന്നെ ഭാഷ ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിച്ചാണ് എഴുതുള്ളൂ. ഭാഷ കുറച്ചുകൂടിയൊക്കെ അടുക്കും ചിത്രമായിട്ടാണ് ഞാൻ എഴുതുള്ളൂ. ഭാഷയെ വെറുതെ ഒരാൾ കേട്ടാലും കുഴപ്പമില്ല എന്ന് പറയത്തക്കവണ്ണം ഒരു ഇതാണ് ചെയ്യുള്ളൂ. സാർ ഇപ്പോൾ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്, ഡിവോഷണൽ ആൽബംസ് ഇറങ്ങിയിട്ടുണ്ട്. ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഒരു ജനശ്രദ്ധ പിടിച്ചു പറ്റിയത് ഏതാ? ഒന്ന്, ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എഴുതിയൊരു ബുക്കുണ്ട്, താളം തെറ്റിയ തമ്പുരു. ആ പുസ്തകത്തിനെ പ്രകാശനം ചെയ്തത് ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറാണ്. ആ ബുക്ക് ഒത്തിരി പോയ ബുക്കാണ്. മദ്യം മയക്കുമരുന്നിനെതിരെയാണ് ആ ബുക്ക്. അതൊരു എഴുതിയിരിക്കുന്നത് സാധാരണ ഭാഷ വിട്ടിട്ട് കുറച്ചുകൂടി ഒരു നോവൽ ടൈപ്പ് ഭാഷ ആണ് ഞാനതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആളുകൾക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ട് ഇരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ആ ടൈപ്പ് ഉപയോഗിച്ചത്. പക്ഷേ ആ ബുക്ക് ഒത്തിരി ബുക്ക് പോയിട്ടുണ്ട്. ഒത്തിരി പേരെന്നെ വിളിക്കുന്നുണ്ട് ആ ബുക്കിൻ്റെ കോപ്പി ഉണ്ടോയെന്ന് ചോദിച്ചു. പക്ഷേ ആ ബുക്കുകൾ ഒത്തിരി പോയി. കോട്ടയം കലാവേദിയാണ് ആ ബുക്ക് ഇറക്കിയത്. കോട്ടയം കലാവേദിയാണ് ബുക്ക് ഇറക്കിയത്. അതിൻ്റെ പ്രകാശനം അവിടെ വെച്ച് തന്നെയായിരുന്നു. കോട്ടയം PWD റെസ്റ്റ് ഹൗസിൽ കോട്ടയത്ത് അവിടെ വെച്ചായിരുന്നു. നന്നായി അത് ചെയ്യാനായിട്ട് കഴിയും. ഇനി അടുത്ത ഏതെങ്കിലും ബുക്സ് പണിപ്പുരയിലുണ്ടോ? ഇപ്പോൾ സിസ്റ്റമാറ്റിക് തിയോളജി എന്ന് പറഞ്ഞ് ഈ സെമിനാരിയിലൊക്കെ പഠിപ്പിക്കുന്ന ക്രിസ്ത്യൻ തിയോളജിയുടെ ഒരു ബുക്കുണ്ട്. അത് എഴുതി കഴിഞ്ഞു. വലിയ ബുക്കാണ് അത്. വലിയ ബുക്കാണ്. അത് സെമിനാരിലൊക്കെ പഠിപ്പിക്കാനായിട്ട് ചെയ്ത ബുക്കാണ്. അത് വലിയ ബുക്കാണ്. അത് ഇപ്പോൾ ഈ പ്രാവശ്യം ഇറങ്ങുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റ് അല്ലേ? എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ ജീവിതം ഒന്നേ ഉള്ളൂ. അത് ചിരിച്ച് തീർക്കുക, സന്തോഷിച്ച് തീർക്കുക. വിഷമിച്ചും ഭാരപ്പെട്ടൊക്കെ ജീവിച്ചാൽ നമ്മൾ കറങ്ങിപ്പോകും. പിന്നെ നമുക്ക് ജീവിച്ച് തീർക്കാൻ സമയം ഉണ്ടാവില്ല. അവിടെ ഒരു ജീവിതമുള്ളൂ, അത് ചിരിച്ച് തീർക്കുക, അത് സന്തോഷിച്ച് തീർക്കുക. അതാണ് എൻ്റെ ഇത്. എനിക്ക് ജീവിതത്തിൽ ടെൻഷൻ ഇല്ലാത്ത ആളാണ്. ഒരു വിഷയത്തെക്കുറിച്ചും എനിക്ക് ടെൻഷനില്ല. അതിൻ്റെ ഒരു കാരണമുണ്ട്. ഞാനൊരു ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഞാനൊരു തികഞ്ഞ ക്രിസ്തുഭക്തനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ നിലയിലാണ് എൻ്റെ ജീവിതം ക്രമീകരിച്ച് പോകുന്നത്. ക്രിസ്തുഭക്തനായതുകൊണ്ട് എൻ്റെ പാട്ടുകളൊക്കെ അധികവും അതുകൊണ്ടാണ് ക്രിസ്ത്യൻ ഡിവോഷനിൽ തന്നെ ചെയ്യാനായിട്ട് ഒരു കാരണമായത്. കുടുംബത്തെക്കുറിച്ച്? കുടുംബം, ഭാര്യ, 4 മക്കൾ.
മക്കൾ 3 പേരെ കെട്ടിച്ചു വിട്ടു. ഇനി ഒരാളുണ്ട്, ആൾ OEN കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. കുടുംബത്തിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയുണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ എഴുത്തിൽ അങ്ങനെ കാര്യങ്ങളിൽ എന്നൊക്കെ പറഞ്ഞാൽ എതിർപ്പില്ല, എന്നാൽ അങ്ങനെ സപ്പോർട്ട് എന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെ കാര്യങ്ങളെ കുറിച്ച് വലിയ പിടുത്തമില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ എഴുതും എന്നല്ലാതെ അങ്ങനെ ഒരു വലിയ ആസ്വാദന കഥയൊന്നും ഇല്ല. പുള്ളിക്കാരിയുടെ നല്ല പാചകമാണ്, പാചകം നന്നായി പുതിയ കലകളിൽ ഒക്കെ നോക്കി വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കി തരും, അതൊന്നും കുഴപ്പമില്ല. അക്കാര്യത്തിലൊക്കെ ഡീസൻ്റാണ്. എന്നാൽ ഈ കലാപരമായ കാര്യങ്ങൾ, എഴുത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വരാറില്ല, ആൾ തിരിച്ചു പോലും വരാറില്ല. കാരണം അതിനെക്കുറിച്ച് വെളിപ്പെടുത്തില്ല. ഇല്ല, അപ്പോൾ എന്നോട് എനിക്ക് അറിയാത്തൊരു മേഖലയിലേക്ക് വരേണ്ട ആവശ്യമില്ല എന്ന് പറയും. അതും ഒരു സപ്പോർട്ടാണ്, അതുകൊണ്ട് ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. പിന്നെ അധ്യാപന ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അധ്യാപന ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒത്തിരി ശിഷ്യരെ ദൈവം എനിക്ക് തന്നു, ഒത്തിരി ശിഷ്യരെ. ഞാനൊരിക്കൽ ബാംഗ്ലൂരിൽ ഒരു സെമിനാറിന് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ, അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് കഴിഞ്ഞ ഒരു പെണ്ണും ചെറുക്കനും കൂടി എൻ്റെ അടുത്ത് വന്നു. അവരുടെ കയ്യിലൊരു കുട്ടിയുണ്ട്. സാറേ എന്നെ അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, സാറ് ഇന്ന സ്ഥലത്ത് വെച്ച് എന്നെ പഠിപ്പിച്ച എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഒന്ന് വർത്താനൊക്കെ പറഞ്ഞു. അങ്ങനെ ഒത്തിരി പേര് യാത്രയിൽ ഉണ്ട്, അതിലെനിക്ക് സന്തോഷമുണ്ട്. അങ്ങനെ ഒത്തിരി പേരെ പരിചയപ്പെടാനും ഒത്തിരി പേരെ പഠിപ്പിച്ചു വിടാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു കാരണം വെച്ചാൽ ടീച്ചിങ് ഒരു ഗിഫ്റ്റായിട്ട് കിട്ടിയിരിക്കുന്ന ആളാണ് ഞാൻ. എത്ര രാവിലെ ഒരു 8 മണിക്ക് ക്ലാസ്സിൽ കയറി 1 മണി വരെ ക്ലാസ് എടുത്താലും പിള്ളേർ വലിയ സന്തോഷമാണ്. കാരണം ടീച്ചിങ് ഒരു വലിയ ഗിഫ്റ്റായിട്ട് കിട്ടിയിരിക്കുന്ന ആളാണ് ഞാൻ. സെമിനാറിലാവട്ടെ, സെമിനാറിൽ പഠിപ്പിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അവിടെ കുറച്ചുകൂടി പ്രായം പക്വതയൊക്കെ ഉള്ള ആളുകളാണ് പഠിക്കുന്നത്. പക്ഷേ എങ്കിലും വളരെ സെമിനാറിൽ ഒത്തിരി പേര് പഠിപ്പിച്ചിട്ടാണ് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അവരൊക്കെ വളരെ ആക്റ്റീവായിട്ട് എന്നെ ഇപ്പോഴും വിളിക്കുകയും വർത്തമാനം പറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഞാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പല സ്ഥലത്ത് ക്ലാസ് ഉണ്ട്, കേരളത്തിന് വെളിയിലുണ്ട്. അവരെല്ലാം വളരെ ആക്റ്റീവായിട്ട് പഠിക്കുന്നുണ്ട്. ആ സ്നേഹബന്ധം പ്രവൃത്തിയും ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാവരോടും വളരെ സ്നേഹമായിട്ട് ആണ് കരുതുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഉള്ളത്. ഞാൻ ഈ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കും. സാലറി കിട്ടിക്കഴിയുമ്പോൾ അവരെ ചെന്ന് ഞാൻ ഒന്ന് കാണും. അതുകൊണ്ട് അവർക്ക് സന്തോഷമാണ്. അവരുടെ വളരെ ബുദ്ധിമുട്ട് കഴിയുന്ന കുട്ടികളെ, അതൊക്കെ ഗ്രാജുവേഷൻ സമയത്ത് പിള്ളേരെ എഴുന്നേറ്റ് കരഞ്ഞിങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വലിയ സന്തോഷം. അങ്ങനെയൊക്കെ ദേവരംഗത്തിൽ എനിക്ക് വലിയ സന്തോഷമാണ്. എഴുത്തിൽ ഞാൻ പോയ കൈവച്ച ഒരു മേഖലയിലും എനിക്ക് മോശം ആകേണ്ടി വന്നില്ല. എല്ലാ മേഖലയിലും തന്നെ തനതായ എനിക്ക് ഒരു പ്രസംഗകനാകണമെന്ന് വലിയ ചിന്ത ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അത് നടന്നു. എത്ര വേദികളിൽ പ്രസംഗിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഒരു എഴുത്തുകാരനാകണമെന്ന് വിചാരിച്ചു, ആ മേഖലയിലേക്ക് പോകാൻ കഴിഞ്ഞു. ഒരു കവിയാകണമെന്ന് വിചാരിച്ചു, ആ മേഖലയിലേക്ക് പോയി. ഞാൻ ഉദ്ദേശിച്ച എല്ലാ മേഖലയിലേക്കും എനിക്ക് ഈ സായിപ്പുമാരുടെയൊക്കെ പ്രസംഗം ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ആളുകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. എടാ ഇത് ഭയങ്കര രസമാണല്ലോ അവർ പറയണതെന്ന്. പക്ഷേ ഈ മേഖലയിലേക്കൊന്ന് പോകണമെന്ന് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അതിന് കഴിഞ്ഞു. ഒത്തിരി പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. അതൊരു ഇപ്പോഴും വിദേശീയരായ മിഷണറിമാരെ ഇടയ്ക്ക് വിളിക്കുകയും വർത്തമാനം പറയുകയും ചെയ്യും. അതൊരു ഭാഗ്യമാണ്. അങ്ങനെ അതുപോലെ കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും മേഖലയുണ്ടോ? ഇനിയിപ്പോൾ പ്രത്യേകിച്ച് മേഖലകളിലേക്കൊന്നും ഇപ്പം എനിക്ക് അങ്ങനെ ഒരു ഐഡിയ ഇല്ല. എന്നാൽ തലമുറകളെയോ അല്ലെങ്കിൽ ഈ നമ്മുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെയോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് പഠിക്കുന്നവരെയോ അവരെയൊക്കെ നമ്മളെ പോലെ തന്നെ ആ മേഖലയിലേക്ക് അവരെയൊക്കെ കൊണ്ടുവന്ന ഒരു നല്ലൊരു ജനറേഷൻ വാർത്തെടുക്കുന്ന താല്പര്യം ഉണ്ട്. അതാണ് ഇപ്പോൾ ഉള്ളത്. സാർ ഒരുപാട് കവിതകളും എഴുതിയിട്ടുണ്ടല്ലോ, അപ്പം എഴുതിയ കവിതകളെ കുറിച്ചും കൂടി. കവിതകൾ എഴുതുക എന്ന് പറയുന്നത് വേറൊരു സുഖമാണ്. ഗാനം എഴുതുന്ന പോലെയല്ല. എനിക്ക് ഗാനം എന്ന് പറഞ്ഞാൽ ഒരാൾ എഴുതി അതിന് ട്യൂൺ ചെയ്യുന്നതിനേക്കാൾ എൻ്റെ മനസ്സിലൊരു ട്യൂൺ വരും. ആ ട്യൂണിലാണ് ഞാൻ പാട്ടുകൾ സാധാരണ എഴുതുന്നത്. പിന്നെ അതിന് സംഗീതക്കാരെ കൊടുത്ത് അതിന് തന്നെ അത് ബേസ് ചെയ്തിട്ട് അല്പം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്തിയാണ് പാട്ട് സാധാരണ ഇറക്കുക. എന്നാൽ കവിത അങ്ങനെയല്ല. കവിത എന്ന് പറയുന്ന അത് വേറെ സൃഷ്ടിയാണ്. അത് വന്നാൽ അത് മൊത്തം ഞാൻ ഒറ്റ ഇരിപ്പിൽ എഴുതി തീർക്കും. ചിലപ്പോൾ ഒരു രാത്രിക്ക് പിടിച്ചൊന്നും വരും. പക്ഷേ എഴുതി കഴിയുമ്പോഴാണ് ഒരു കലാസൃഷ്ടി നമ്മളിൽ നിന്ന് എഴുതി തീർന്നു എന്നൊരു ഇതുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അതൊരു ഭാരമാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു എഴുത്തുകാരനും അവൻ്റെ എഴുത്തിൽ സമ്പൂർണ്ണ അല്ല. ഒരു കവിത എഴുതി അതിനാ കീറിക്കളയും. അത് കഴിഞ്ഞ് വേറെ ഒരെണ്ണം എഴുതിയാലും കീറിക്കളയും. കാരണം അവൻ്റെ കലാസൃഷ്ടിയിൽ അവന് സമ്പൂർണ്ണതയില്ല. ഒരു കലാകാരനും അവൻ്റെ കലാസൃഷ്ടിയിൽ തൃപ്തനല്ല. പിന്നെയും പുതുമ വന്നുകൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ കാരണം. കുറച്ചുകൂടി മെച്ചമാക്കാൻ അവൻ നോക്കിയിരിക്കും. അതാണ് ഒരു കലാകാരനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. സാറ് എഴുതിയ കവിതകളിൽ സാറിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച കവിതയിൽ ഒരു 4 വരിയും കൂടി. അത് എൻ്റെ കവിതയിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു കവിതയാണ് അടിമ. ഒരു കാലത്ത് പാവപ്പെട്ട ആളുകൾ എങ്ങനെയാണ് ഇവിടെ ജീവിച്ചിരുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ യൂട്യൂബ് എടുത്തിട്ട് അടിമ എന്നടിക്കുക, അടിമ പോയം എന്നടിച്ചാൽ 2 കൈ ഇങ്ങനെ വെച്ചിട്ട് ചങ്കലിട്ടൊരു ഫോട്ടോ വരും. ആ ഫോട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്താൽ എന്നെ കാണാം, ഒപ്പം ആ കവിതയും കേൾക്കാം.
അത് വളരെ പ്രസിദ്ധമായ വരിയാണ്. ഒരു കാലത്ത് പാവപ്പെട്ട ആളുകൾ എങ്ങനെയാണ് ഇവിടെ ജീവിച്ചിരുന്നത്. അതിൻ്റെ ഒരു 4 വരി ഞാൻ ചൊല്ലാം. അടിമ എന്ന കവിത. അടിമ ഞാനല്ലോ എന്നും അടിമവർഗത്തിൽ ജനിച്ചോൻ, ചേറ്റിലും പാടത്തും വീണ് തോറ്റവും പാട്ടും മറന്നേൻ. ചേറ്റിലും പാടത്തും വീണ് തോറ്റവും പാട്ടും മറന്നേൻ. കൈകളിൽ ചങ്കലയുണ്ടേ എൻ്റെ കാലിലും ചങ്കലയാണ്. പാടില്ല പാടില്ല ഒന്നും നേടാനോ പാടില്ല ഓർത്താൽ. അക്ഷരജ്ഞാനം വിലക്ക്, അറിവിൻ്റെ ലോകം വിലക്ക്. ഓടുകൾ മേയാൻ വിലക്ക്, ഓടി നടക്കാൻ വിലക്ക്. പാട്ടുകൾ പാടാൻ വിലക്ക്, നോട്ടുകൾ വാങ്ങാൻ വിലക്ക്. ഇപ്പോൾ ചെയ്ത ഒരു കവിതയുണ്ട്, അത് സ്റ്റുഡിയോയിൽ ഇട്ടിരിക്കുന്നത്. അത് നമ്മുടെ ഭാരങ്ങളിലും പ്രയാസങ്ങളിലൊക്കെ നമ്മൾ സ്വതവേ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവം എന്നെ വിട്ടിട്ട് ദൂരെ പോയി, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇത്രയും കഷ്ടത ഉണ്ടാവില്ല എന്നാണ്. ബൈബിളിൽ പ്രസിദ്ധമായൊരു കാവ്യഗ്രന്ഥമാണ് ഉത്തമഗീതം. ഉത്തമഗീതത്തിലെ ആ സ്ത്രീ അവൾ ഒരുത്തനുമായിട്ട് സ്നേഹമാണ്, പക്ഷേ അവനെ കാണാതെ ഇവളിങ്ങനെ അലഞ്ഞു നടക്കണം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ഭാരങ്ങളും നമ്മൾ ചിന്തിക്കുന്ന ഒന്നാണ്, ഈ ദൈവം എവിടെ പോയി, എൻ്റെ കഷ്ടങ്ങളും ഭാരങ്ങളും ഇങ്ങനെ കൂടി വരികയാണല്ലോ. ആ വിഷയത്തെ ഓർത്തിട്ട് ചെയ്തതാണ് കാന്തനെ നീ എങ്ങു പോയി എന്ന കവിത. അതിന് ചില വരികൾ പാടാം. കാന്തനെ നീ എങ്ങു പോയി, എൻ്റെ കാതലെ നീ എന്തേ പോയി. വീതിയിൽ ഞാൻ നിന്നെ നോക്കി, വീതികളേറുന്നു ചുറ്റും അമ്പരം ചുറ്റുന്ന കാറ്റേ നിൽക്കുന്നു ഒമ്പരം കൊണ്ടൊരു ചോദ്യം. അൻപെഴുന്നാഥനെ കണ്ടോ, അൻപോടെ എന്തോ മൊഴിഞ്ഞോ. പാട്ടുകൾ മൂളുന്ന വണ്ടേ എൻ്റെ കാന്തൻ്റെ രാഗം ശ്രവിച്ചോ. കാവലായി നിന്നിടുന്നോരെ എൻ്റെ കാന്തൻ്റെ കാലച്ച കേട്ടോ. അലറിയടിക്കും തിരയെ ഞാൻ അലറിക്കരയുന്നു തനിയെ. കണ്ണു ചിമ്മാതുള്ള താരമേ എൻ്റെ കണ്ണുകൾ നിന്നെ പോലെ. കത്തിക്കയറുന്ന അരുണൻ എന്നും കത്തുന്നു നെഞ്ചകമിന്നും. ഓടിത്തളർന്നാടുപോലെ എൻ്റെ കാലുകൾ നന്നേ കുഴഞ്ഞേ. കാർമുകിൽ നോക്കിയിരിക്കും വേഴാമ്പൽ പോലെ ഞാനായി. കാന്തനെ നീ എങ്ങു പോയി, എൻ്റെ കാതലെ നീ എന്തേ പോയി. എന്നോട് സ്നേഹം കുറഞ്ഞോ, എന്നോട് ഭംഗി കുറഞ്ഞോ, അതോ എന്നോട് സ്നേഹവും തീർന്നോ. ചിത്തവും വേലയും വാക്കും നിന്റെ ഹൃത്തടം വല്ലാതെ നൊന്തോ. കാന്തനെ നീ എങ്ങു പോയി, എൻ്റെ കാതലെ നീ എന്തേ പോയി. കാന്തനെ നീ എങ്ങു പോയി, എൻ്റെ കാതലെ നീ എന്തേ പോയി. വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ സാറിന്? വേറെ ആക്ടിവിറ്റീസ് ഞാൻ പറഞ്ഞ പോലെ സംഗീതോപകരണങ്ങളെല്ലാം അത്യാവശ്യം തബല, ഡോലക്ക്, മൃദംഗം, അങ്ങനെ അത്യാവശ്യം സംഗീതോപകരണങ്ങൾ വായിക്കും. അത് കാര്യമാണ്. പിന്നീട് പൊതുപ്രവർത്തനം എന്ന് വെച്ചാൽ ചാരിറ്റബിൾ വർക്കുകൾ ഉണ്ട്. പെരുമ്പോർ സ്നേഹാലയ പ്രിയ ഡീക്കൺ ടോണി മേഖലയായിട്ട് ചേർന്ന് ഞങ്ങളൊക്കെ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. അതൊരു സേവനങ്ങളിൽ ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ക്യാൻസർ രോഗികൾക്ക്, അതോടൊപ്പം തന്നെ കിഡ്നി പോയവർക്ക്, അങ്ങനെ ഒത്തിരി രോഗികൾ, അതോടൊപ്പം തന്നെ മറ്റ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അവരെയൊക്കെ ആവശ്യമുള്ള കൈത്താങ്ങൽ താങ്ങാനായിട്ട് സ്നേഹാലയോട് ചേർന്ന് എനിക്കും കഴിഞ്ഞിട്ടുണ്ട്. അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നമ്മളോടൊപ്പം ഇത്രയും നേരം വിശേഷങ്ങൾ പങ്കുവച്ചത് ഡോക്ടർ പീറ്റർ പാണങ്കുഴിയാണ്. പാണങ്കുഴി സ്വദേശത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ മനോഹരമായ കവിത, പാണിയേലിയുടെ മനോഹാരിതയെക്കുറിച്ച് പറഞ്ഞ കവിത, അതുപോലെ ഒത്തിരി സൃഷ്ടികൾ അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഗാനരചയിതാവാണ്, ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കും, പിന്നെ നല്ലൊരു സഞ്ചാരപ്രിയനാണ്. അങ്ങനെ ഒട്ടനവധി മേഖലകളിൽ കഴിവ് തെളിയിച്ച അദ്ദേഹത്തിന് ഇനിയും കൂടുതൽ ശോഭിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മളോടൊപ്പം ഇത്രയും ചെലവഴിച്ചതിന് നന്ദി. നമസ്കാരം.